നമസ്കാരം. നമ്മൾ ഇന്നും ഇന്നലെയുമായിട്ട് PSC പരീക്ഷകളെ സംബന്ധിച്ച് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ കേരള സമൂഹത്തിനെ ആകെ ഞെട്ടിക്കുന്ന ഒന്നാണ്. അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം. അതാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം. നമുക്കറിയാം, കേരളത്തിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവാക്കളുടെ ആശയും പ്രതീക്ഷയും അത്താണിയുമൊക്കെയാണ് ഈ കേരള PSC എന്ന് പറയുന്നത്. അവിടെ യാതൊരു തരത്തിലുള്ള ഈ കേരള PSCയിൽ യാതൊരു തരത്തിലുള്ള വീഴ്ചയോ അല്ലെങ്കിൽ അട്ടിമറിയോ അഴിമതിയോ ക്രമക്കേടോ ഒന്നും ഉണ്ടായിക്കൂടാ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് വിഷയത്തിലേക്ക് വരാം. കേരള PSC നടത്തുന്ന ഏറ്റവും വലിയ പരീക്ഷകളിലൊന്നാണ് ഈ കഴിഞ്ഞ ഇപ്പോൾ വിവാദ വിഷയം എന്ന് പറയുന്ന ആസൂത്രണ ബോർഡിലെ ചീഫ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന വലിയ ഒരു തസ്തിക. പ്രസ്തുത പരീക്ഷ ഈ പറഞ്ഞ PSC ഈ പറഞ്ഞ തസ്തികയിലേക്ക് പരീക്ഷ നടത്തി ഒരാളെ PSC ശുപാർശ ചെയ്തു, അഡ്വൈസ് ചെയ്തു, അയാളെ നിയമിച്ചു. എന്നാൽ ഇപ്പോൾ മനസ്സിലാകുന്നത് പ്രസ്തുത പരീക്ഷയിലെ 58 മാർക്കിൻ്റെ ഉത്തരങ്ങൾ നോക്കിയിട്ടില്ല എന്നാണ്. 58 മാർക്കിൻ്റെ ഉത്തരങ്ങൾ നോക്കാതെയാണ് അത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നിയമന പ്രക്രിയയിൽ PSCക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ തസ്തിക എന്ന് പറയുന്നത് വലിയ തസ്തികയാണ്. ഒരു ആളെ മാത്രം നിയമിക്കേണ്ട ഒരു തസ്തികയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ അഡീഷണൽ സെക്രട്ടറിക്ക് തുല്യമായ സ്കെയിൽ ഓഫ് പേ ഉള്ള ഒരു തസ്തികയാണ് ഈ പ്രസ്തുത പറഞ്ഞ ആസൂത്രണ ബോർഡിലേക്കുള്ള ചീഫ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന തസ്തിക. ഇതിൻ്റെ അടിസ്ഥാന ശമ്പളം തന്നെ 1,23,700 രൂപയാണ്. ബേസിക് പേ ആണ് ഞാൻ പറഞ്ഞത്, DA HRM വരാതെ. 1,23,700, 1,66,800 എന്ന് പറയുന്ന സ്കെയിൽ ഓഫ് പേയിലുള്ള വളരെ ഉയർന്ന ഒരു തസ്തിക, അഥവാ അഡീഷണൽ സെക്രട്ടറിക്ക് തുല്യമായ ഒരു തസ്തികയാണ് ഈ പറഞ്ഞ തസ്തിക. തുടക്കത്തിൽ ഏതാണ്ട് 1,76,995 രൂപ അറ്റ് പ്രസന്റ് ഇപ്പോൾ ശമ്പളം, ഗ്രോസ് സാലറി കിട്ടുന്ന തസ്തികയാണ്. ഈ തസ്തികയിൽ പരീക്ഷ എഴുതിയത് ആകെ 228 പേരാണ്. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആയിരുന്നു. നമ്മൾ സാധാരണ എഴുതുന്ന ഒബ്ജക്റ്റീവ് ടെസ്റ്റ് അല്ല, വിവരണാത്മക പരീക്ഷ അഥവാ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആയിരുന്നു. 100 മാർക്കിൻ്റെ 2 പേപ്പറുകളായിട്ടാണ് പരീക്ഷ നടന്നത്. 100 മാർക്കിൻ്റെ വീതമുള്ള 2 പേപ്പറുകളാണ് പരീക്ഷ നടന്നത്. ഈ രണ്ടാമത്തെ പേപ്പറിലായിരുന്നു പ്രശ്നം. രണ്ടാമത്തെ പേപ്പറിൽ ആകെയുള്ള ചോദ്യങ്ങളുടെ എണ്ണം 28 ചോദ്യങ്ങളാണ് രണ്ടാമത്തിലെ പേപ്പറിലുള്ളത്. 28 ചോദ്യങ്ങൾക്ക് 100 മാർക്ക്. അപ്പോൾ പല 1 മാർക്കിൻ്റെ, 2 മാർക്കിൻ്റെ, 4 മാർക്കിൻ്റെ, അങ്ങനെ പല റേഞ്ചിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ 9 മുതൽ പ്രസ്തുത ചോദ്യപേപ്പറിൽ, ഉത്തരപേപ്പറിൽ 9 മുതൽ 18 വരെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പരിശോധിച്ചിട്ടില്ല. ആകെ 28 ചോദ്യങ്ങളാണ് ഉള്ളത്. അതിൽ 9 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പരിശോധിച്ചില്ല. അത്രയും ചോദ്യങ്ങൾക്ക്, ആ പരിശോധിക്കാത്ത ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്ന് പറയുന്നത് 58 മാർക്കിൻ്റെ ഉത്തരങ്ങളാണ്. ആ 100-ൽ 58 മാർക്കിൻ്റെ ഉത്തരങ്ങൾ പരിശോധിച്ചിട്ടില്ല. പോയിട്ട് 42 മാർക്കിൻ്റെ പരിശോധിച്ചിട്ടുള്ളൂ. ഇത്രയും ഉത്തരങ്ങൾ പരിശോധിക്കാതെയാണ്, അല്ല 58 മാർക്കിൻ്റെ ഉത്തരങ്ങൾ പരിശോധിക്കാതെയാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ഈ റാങ്ക് ലിസ്റ്റിൽ 10 പേരായിരുന്നു ഉണ്ടായിരുന്നത്. 2023 ഇതിനു വേണ്ടി പരീക്ഷ നടത്തി. ആ പരീക്ഷ എന്ന് പറയുന്നത് ശരിക്കും 3 തസ്തികകൾ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ തസ്തിക ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ചീഫ്, പ്ലാനിംഗ് ഡിവിഷണൽ ചീഫ്,
പ്ലാനിംഗ് കോർഡിനേഷൻ ചീഫ് എന്നൊക്കെ പറയുന്ന 3 തസ്തികകളിലേക്കാണ് പരീക്ഷ നടന്നത്. 2025 മെയ് 31 ഈ പറഞ്ഞ ചീഫ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ആ തസ്തികയിലേക്ക് 2025 മെയ് 31 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. 2025 ജൂൺ 23 പോസ്റ്റിംഗ് നിയമനവും നടത്തി. ഒരാളെ മാത്രമേ നിയമിച്ചുള്ളൂ, ഒരു പോസ്റ്റ് മാത്രമേ ഉള്ള തസ്തികയായിരുന്നു. ആ ഒരാളെ നിയമിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ അത് പരാതിയായി, ഇപ്പോഴാണ് അത് തിരിച്ചറിഞ്ഞത്, അങ്ങനെയാണ്. അപ്പോൾ ഉത്തരപേപ്പറുകളുടെ ഇത് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റാണ്, ഞാൻ പറഞ്ഞല്ലോ, വിവരണാത്മക പരീക്ഷയാണ്, ഒറ്റ വാക്കിലുള്ള ഉത്തരങ്ങളല്ല. അപ്പോൾ ഈ ഉത്തരപേപ്പറുകൾ അതിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് വാല്യുവേഷൻ നടത്തേണ്ട, മൂല്യനിർണ്ണയം നടത്തേണ്ട അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഒരുമിച്ച് വന്നിരുന്ന് ഒരു സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ പോലെയാണ് ഇതിൻ്റെ മൂല്യനിർണ്ണയം PSCയിൽ തന്നെ വെച്ച് നടത്തുന്നത്. അങ്ങനെ ഈ വാല്യുവേഷനൊക്കെ കഴിഞ്ഞു, ഇതുപോലെ റാങ്ക് ലിസ്റ്റും വന്നു, ആളെ നിയമിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ 10 പേരുള്ള ഈ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട 3-ാം റാങ്കുകാരൻ അദ്ദേഹത്തിന് ഈ മാർക്ക് പോരാ എന്നൊരു തോന്നുന്നു. അദ്ദേഹത്തിന് ഈ മാർക്ക് കിട്ടിയാൽ പോരാ, എഴുതിയ ആൾക്ക് അറിയാമല്ലോ എത്ര മാർക്ക് കിട്ടുമെന്ന്. അപ്പോൾ പോരാ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ ഉത്തരപേപ്പറിൻ്റെ പകർപ്പിന് അപേക്ഷിച്ചു. അങ്ങനെ ഉത്തരപേപ്പറിൻ്റെ പകർപ്പ്, ഇതിലെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിലുള്ള ഒരു പരീക്ഷയ്ക്ക്, PSC പരീക്ഷയ്ക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് 1 മാസം കൊണ്ട് അതിൻ്റെ പകർപ്പിന് അപേക്ഷിച്ചാൽ 1 മാസം കൊണ്ട് അത് കൊടുക്കും. അപ്പോൾ ഈ കേസിൽ ഈ പകർപ്പ് കൊടുക്കാതെ 1 വർഷം വരെ PSC നീട്ടിക്കൊണ്ടുപോയി. ഞാൻ മനസ്സിലാക്കുന്ന, എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു പക്ഷേ PSC പകർപ്പെടുക്കാൻ പേപ്പർ എടുത്തപ്പോഴായിരിക്കും PSC ശ്രദ്ധിച്ചത് ഇത്രയും ചോദ്യങ്ങൾക്ക് മാർക്ക് ഇട്ടിട്ടില്ല. അപ്പോൾ അവരവിടെ അത് ഒളിച്ചു വെച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഒളിച്ചു വെക്കാതെ ഇത് പുറത്തേക്ക് വന്ന് ഈ റാങ്ക് ലിസ്റ്റൊക്കെ ക്യാൻസൽ ചെയ്ത് പോകാനുള്ള മാർഗമായിരുന്നു ഏറ്റവും നല്ലത്. പക്ഷേ അത് ഒളിച്ചു വെച്ചു. 1 വർഷം വരെ ഈ 3-ാം റാങ്കുകാരന് ഉത്തരപേപ്പറിൻ്റെ പകർപ്പ് കൊടുക്കാതെ നീട്ടിക്കൊണ്ടുപോയി. വിവരാവകാശം വഴി ചോദിച്ചിട്ടും നൽകിയില്ല. അവസാനം 1 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ 1 വർഷം വരെ നീട്ടിക്കൊണ്ട് പോയപ്പോൾ എന്തൊക്കെയോ ഒരു ഒളിച്ചുകളി ഉണ്ടോ എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറ്റപ്പെടുത്താൻ പറ്റില്ല. അത്തരത്തിലുള്ള ഒന്നാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. പല സംശയങ്ങളുണ്ട് ഈ റാങ്ക് ലിസ്റ്റിനെ പറ്റി, ഇതിനെപ്പറ്റി പല സംശയങ്ങളുണ്ട്. അതിൽ 2-ാമത്തെ സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ 1-ാം റാങ്ക് കിട്ടിയ ആൾക്ക്, 10 പേരിൽ ഉള്ള 1-ാം റാങ്ക് കിട്ടിയ ആളിന്, അല്ലെ നിയമിക്കപ്പെട്ട ആളിന് ഏതോ ഒരു സംഘടനയുമായി ബന്ധമുണ്ട് എന്നതാണ്. അതിൽ കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു സംശയം, പിന്നെ 1-ാം റാങ്കുകാരന് ഏതെങ്കിലും സംഘടന ഉണ്ടായിക്കൂടാന്നില്ലല്ലോ, അത് ആവാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ അത് അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് പൊതുവെ ഒരു സംശയം തോന്നുന്നതാണ്. അങ്ങനെ തോന്നുന്നതിൽ തോന്നാതിരിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സംഘടനക്കാരനായതുകൊണ്ട് റാങ്ക് കിട്ടിക്കൂടാതിരിക്കില്ല, കിട്ടാവുന്നതേ ഉള്ളൂ, അതിലൊരു കാര്യമില്ല. മറ്റൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ 1-ാം റാങ്കുകാരന് തിരക്കിട്ട് നിയമനം നൽകി എന്നാണ് പറയുന്നത്. അതും ഒരു കാര്യമില്ലാത്ത കാര്യം. കാരണം എന്താ വെച്ചാൽ, വേക്കൻസി ഓൾറെഡി റിപ്പോർട്ട് ചെയ്ത് കിടക്കുന്ന വേക്കൻസി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ PSCക്ക് അഡ്വൈസ് കൊടുക്കാവുന്നതാണ്. ആരെങ്കിലും ഇതിൻ്റെ ഇടയിലൊക്കെ ഇടപെടുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും അതാണ് അഡ്വൈസ്. PSCയുടെ ഒരു തന്നെ അഡ്വൈസ് ചെയ്ത് കിടക്കുന്ന തസ്തികയ്ക്കാണെങ്കിൽ പിന്നെ PSC അങ്ങനെ വെച്ച് താമസിപ്പിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ കൊടുക്കാവുന്നതാണ്. മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മറ്റൊരു സംശയം പൊതുവെ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ഇത്തരം തസ്തികകൾക്ക് PSC അംഗങ്ങൾ 2 പേരാണ് ഇൻ്റർവ്യൂ ബോർഡിൽ പങ്കെടുക്കുന്നത്, PSC അംഗങ്ങൾ. പക്ഷേ ഇവിടെ പറയുന്നത് PSC ചെയർമാൻ പ്രത്യേക താല്പര്യമെടുത്ത് ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു എന്നാണ്. അപ്പോൾ അത് ഒരുപക്ഷെ അതിലെന്താ ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ PSC ചെയർമാൻ അത് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തുകൊണ്ട് ഒരു അഴിമതി നടന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം PSC ചെയർമാൻ ഇതൊരു വലിയ തസ്തികയാണ്, കമ്പാരിറ്റീവ്ലി വലിയ ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ PSC ചെയർമാൻ ഒരുപക്ഷെ പങ്കെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതും ഒരു അഴിമതിയായിട്ട് അല്ലെങ്കിൽ ഒരു സ്വാധീനം ചെലുത്തലായിട്ടും നമുക്ക് കാണേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാനിങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ക്രമക്കേടും അട്ടിമറിയും നടക്കരുത്, അങ്ങനെ സംഭവിക്കരുത് എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. കാരണം കേരളത്തിലെ ലക്ഷക്കണക്കിന് അഭ്യസ്ത വിദ്യരുടെ
പ്രതീക്ഷയാണ് PSC. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള ഒന്നും നടക്കരുത് എന്ന് നമുക്കൊരാഗ്രഹം വേണം. ഈ പൊതുസമൂഹത്തിലെ എല്ലാവർക്കും ആ താല്പര്യം ഉണ്ടാവും, ഉദ്യോഗാർത്ഥികൾക്ക് പ്രത്യേകിച്ചുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ അങ്ങനെയൊന്നും ആവില്ല, അത് നമ്മുടെ ഒരു ആഗ്രഹമാണ്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സംഭവിക്കരുത്, മേലിലും വളരെ കൃത്യമായിട്ട് നന്നായിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയാൻ തോന്നുന്നത്. പക്ഷേ ഒരു വർഷം വരെ ഇത് നീട്ടിക്കൊണ്ടുപോയതിൽ ഒരു ഒളിച്ചുകളി നമുക്ക് കാണാൻ പറ്റും എന്ന കാര്യത്തിൽ തർക്കവുമില്ല. അപ്പോൾ ഇത് വീഴ്ചയാണോ, ക്രമക്കേടാണോ, അല്ലെങ്കിൽ അട്ടിമറിയാണോ എന്ന് നിർബന്ധമായിട്ടും കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മളിപ്പോൾ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ KIT വന്നിട്ടുണ്ട്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലും ഹൈക്കോടതിയൊക്കെ ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് തീരുമാനങ്ങൾ എന്തായാലും വരും. അത് മാത്രമല്ല, നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ PSC എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അപ്പോൾ ഭരണഘടനാ സ്ഥാപനം എന്ന് പറയുന്നത് ആയതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ സർക്കാരിൻ്റെ ദൈനംദിന ഇടപെടലുകളിൽ നിന്നും മാറി സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഈ സ്ഥാപനത്തിന് അധികാരമുണ്ട്. അതാണ് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകത. അത് നിയമനങ്ങളിൽ അങ്ങനെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ ഈ അധികാരമുള്ളതുകൊണ്ട്, ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് നിയമനങ്ങളിൽ നിഷ്പക്ഷവും സുതാര്യതയും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഈ PSCക്ക് കഴിയും എന്നാണ് നമ്മളുടെയൊക്കെ ഒരു സങ്കല്പം. കാരണം അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. അവിടെ മറ്റൊരു സ്വാധീനം ചെലുത്താൻ ആർക്കും കഴിയില്ല, അതിൻ്റെ ആവശ്യമില്ല. അത് സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, അങ്ങനെ തന്നെ നിലനിൽക്കണം. അപ്പോൾ പക്ഷേ നമ്മൾ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ, നമ്മൾ ഈ PSCയെ ഒരു പരിധിക്കപ്പുറത്തേക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യം രാഷ്ട്രീയവൽക്കരിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. വലിയ ശമ്പളത്തിൽ ഓടുന്ന ഒരു സംഗതിയാണ് ഈ PSC മെമ്പർമാരും ചെയർമാനും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ PSC അംഗങ്ങളെയൊക്കെ തന്നെ രാഷ്ട്രീയ കക്ഷികൾ വീതം വെച്ചെടുക്കുകയാണ്. ഓരോ മുന്നണിയിലുള്ള ഘടകകക്ഷികൾക്ക് വീതം വെച്ച് കൊടുക്കുകയാണ് ഈ PSCയിലെ അംഗങ്ങളുടെ, PSC മെമ്പർമാരുടെ നിയമനം എന്നുള്ളതാണ് നമുക്ക് അതാണ് ഇതിൽ ഏറ്റവും ദോഷകരമായിട്ട് വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് വീതം വെച്ച് കൊടുക്കാൻ, ഘടകകക്ഷികൾക്ക് വീതം വെച്ച് കൊടുക്കാൻ, എല്ലാ പാർട്ടികൾക്കും വീതം വെച്ച് കൊടുക്കാനുള്ള ഒരു സംഭവമായിട്ട്, ഒരു തസ്തിക പോലെ ഉള്ള ഒന്നാണ് ഈ PSC മെമ്പർമാരുടെ നിയമനം എന്നുള്ളത്. ഇവിടെ ചിന്തിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അത് പറയുമ്പോഴാണ് കൂടുതൽ ആശങ്ക വരുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ അതിനെപ്പറ്റി പറയുമ്പോൾ നമുക്ക് പറയേണ്ട പല കാര്യങ്ങളുണ്ട്. ഈ നമ്മൾ കേരള PSCയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 21. കേരള PSCയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 21. എന്നാൽ ഇന്ത്യയിലെ UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ഉൾക്കൊള്ളുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ചെയർമാൻ ഉൾപ്പെടെ 9 പേരാണ്. കേരളത്തിലും മാത്രം 21. മറ്റ് മിക്കവാറും സംസ്ഥാനങ്ങളിൽ ഈ PSC മെമ്പർമാരുടെ അംഗസംഖ്യ എന്ന് പറയുന്നത് 10-ൽ താഴെയാണ്. നമ്മളതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ ഇവർക്ക് ഈ ഭരണത്തിലേറുന്ന അവർക്ക് വീതം വെക്കാൻ വേണ്ടി എണ്ണങ്ങൾ കൂട്ടി ഇപ്പോൾ 21-ൽ എത്തിയിരിക്കുകയാണ്. 1979 കാലഘട്ടത്തിലൊക്കെ 5 പേരിൽ തുടങ്ങിയതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അത് 21-ലെത്തി. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. 2-3 ലക്ഷം രൂപ സാലറിയും ബാക്കി വാഹനം, എല്ലാ സൗകര്യങ്ങളും അടക്കം 21 പേരെയാണ് മെമ്പർമാരായിട്ട് നിയമിച്ചിട്ടുള്ളത്. മറ്റൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ PSC അംഗങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളായിട്ടാണ് PSC മെമ്പർമാർ വരുന്നത്. അപ്പോൾ അവരുടെ യോഗ്യത എന്താണെന്ന് യോഗ്യതയ്ക്കൊന്നും ഒരു മാനദണ്ഡവും ഇല്ല. അപ്പോൾ യോഗ്യത ഇതിൽ 10ാം ക്ലാസ്സുകാരും മുന്നേ ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സുകാരെന്ന് പറഞ്ഞാൽ ഈ സർവീസിലുള്ളവരെ എടുക്കുമ്പോൾ പണ്ടത്തെ LDCയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആയിരുന്നു. ആ 10ാം ക്ലാസ്സിൽ ഒരു 20 വയസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ 10ാം ക്ലാസ്സുകാരൻ മെല്ലെ പ്രൊമോഷനായി സൂപ്രണ്ടായി അയാൾ ഏറ്റവും തലപ്പത്തുള്ള ഒരു തസ്തികയിലേക്ക്, റവന്യൂലൊക്കെ ആണെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ, അങ്ങനെ ADM ഒക്കെയുള്ള തസ്തികയിലേക്ക് എത്തുകയാണ്. പക്ഷേ അവരുടെയൊക്കെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് മാത്രമായിരുന്നു.
അത്തരം ആൾക്കാർ, ബേസിക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാർ പോലും ഈ PSC മെമ്പർ സ്ഥാനത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ ഒരു കഷ്ടം തോന്നുന്ന ഒന്നാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ വലിയ വലിയ തസ്തികൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു ഡെപ്യൂട്ടി കളക്ടറുടെ തസ്തിക, അത് PSC നടത്തുന്ന ഒരു പരീക്ഷയിൽ ഡെപ്യൂട്ടി കളക്ടറുടെ തസ്തികയിലെ ഇൻ്റർവ്യൂ ബോർഡിൽ ഒരു മെമ്പർ വരികയാണ്, PSC മെമ്പർ വരികയാണ്. പക്ഷേ അയാളുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്ക്. ന്യായീകരണത്തിന് നമ്മൾ പറയാം സബ്ജക്റ്റ് എക്സ്പെർട്ട് അയാളല്ല എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഇതാണ് സ്ഥിതി. രാഷ്ട്രീയക്കാരായാൽ മതി, അയാളുടെ ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല. ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഈ PSC മെമ്പർ ആവാമെന്നുള്ള ഒരു നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളെ കേരളം പോലെ നമ്മൾ ഇത്രയും വിദ്യാഭ്യാസത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന് ഒരിക്കൽ പോലും യോജിച്ചതല്ല എന്നാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ പോയിന്റിലേക്ക് തന്നെ വീണ്ടും വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോൾ തോന്നുന്നു, ഇപ്പോൾ KIT പറഞ്ഞത്, ഈ കേസിൽ പറഞ്ഞത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ഒരു വിധി വന്നിരിക്കുന്നത് ഈ നോക്കാതെ പോയ 10 ചോദ്യങ്ങൾ കൂടി നോക്കണമെന്നാണ്. ആ 10 ചോദ്യങ്ങൾ കൂടി നോക്കുമ്പോൾ അതിൻ്റെ മാർക്ക് കൂടി കൂട്ടുമ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വരും. ഈ റാങ്ക് ലിസ്റ്റിലുള്ളവരാവണമെന്നില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്ന, എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ 10 ചോദ്യങ്ങളല്ലാതെ ഇത്തരത്തിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഇതിൽ നടന്നിട്ടുണ്ടോ എന്നാണ് ഇത് കാണുമ്പോൾ. അങ്ങനെയെങ്കിൽ ഈ തസ്തിക, ഇപ്പോൾ പറഞ്ഞ ഈ 3 തസ്തികകൾക്ക് വേണ്ടിയിട്ട് പരീക്ഷ റദ്ദ് ചെയ്തിട്ട് പുതിയ പരീക്ഷ നടത്തണമെന്നുള്ളതാണ് ഏറ്റവും ശരിയായ കാര്യം. എങ്കിൽ മാത്രമേ ഇതിലൊരു വിശ്വാസ്യത വരുന്നുള്ളൂ എന്നതാണ് സത്യം. ഇപ്പം പുതിയ പരീക്ഷ നടത്തണം, പുതിയതായിട്ട് ആ പേപ്പറുകളൊക്കെ നോക്കട്ടെ, പുതിയ ഇൻ്റർവ്യൂ നടത്തണം, പുതിയതായിട്ട് റാങ്ക് ലിസ്റ്റും തയ്യാറാക്കണം. 10 ചോദ്യങ്ങൾ നോക്കിയാൽ മതി എന്നാണ് ഇപ്പോൾ ട്രിബ്യൂണലിൽ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പോരാ. ഇപ്പോൾ ഇത് നമ്മൾ PSC അഭിമുഖീകരിക്കുന്ന, അല്ലെ PSC പരീക്ഷ എഴുതുന്ന കേരളത്തിലെ സാധാരണ ചെറുപ്പക്കാരൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് 228 പേര് എഴുതിയ പരീക്ഷകളിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ, ഇത് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയിൽ അതിൽ 10 ചോദ്യങ്ങൾ നോക്കിയിട്ടില്ല എന്ന് പറയും. വെറും തുച്ഛമായി 228 പേരുടെ പേപ്പറേ നോക്കിയിട്ടുള്ളൂ. അതിലാണ് ഈ വീഴ്ച. അപ്പോൾ അങ്ങനെ വീഴ്ചയുണ്ടെങ്കിൽ അത് PSC പറയുന്ന ന്യായീകരണം എല്ലാ ചോദ്യങ്ങളിലും ഇതുപോലെ 10 നോക്കിയിട്ടില്ല എന്നാണ്. എൻ്റെ സത്യാവസ്ഥ എത്രയാണെന്നറിയില്ല. എല്ലാ ഉത്തര പേപ്പറിലും ഇതുപോലെ 10 നോക്കിയിട്ടില്ല എന്നാണ് PSC പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സമീപനം ഉണ്ടെങ്കിൽ, ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ, ലക്ഷങ്ങൾ പരീക്ഷ എഴുതുന്ന മറ്റു പരീക്ഷകളിലെ സ്ഥിതി, അതിലൊക്കെ വീഴ്ചകളോ ക്രമക്കേടുകളോ ഒക്കെ നടക്കുന്നില്ലേ എന്നുള്ള ഒരു സംശയം പൊതുസമൂഹത്തിനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഇപ്പോൾ PSCയുടെ ബോർഡ് യോഗത്തിൽ ഇന്ന് തീരുമാനം വന്നത്, ആദ്യത്തെ ഒരു അന്വേഷണം എന്നത് ആഭ്യന്തര വിജിലൻസ്, PSCക്ക് വിജിലൻസ് ഉണ്ട്, ആ വിജിലൻസ് ആദ്യത്തെ അന്വേഷണം നടത്തണം എന്നുള്ളൊരു തീരുമാനമാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ തീരുമാനം വരട്ടെ. എന്ത് തന്നെയായാലും ശരി, ഇപ്പം കഴിഞ്ഞ ഈ വിവാദമായിട്ടുള്ള ഈ പരീക്ഷ, പുതിയ പരീക്ഷ നടത്തി, ആ പരീക്ഷ തന്നെ റദ്ദ് ചെയ്തിട്ട് പുതിയ പരീക്ഷ നടത്തി, ഇൻ്റർവ്യൂ ഒക്കെ നടത്തി പുതിയതായിട്ട് എടുക്കണം. വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ് സംഭവിച്ചതെന്ന് പൊതുസമൂഹത്തോട് പറയണം എന്ന് മാത്രമാണ് ഞാനിതുകൊണ്ട് ഉദ്ദേശിച്ചതാണ്. നമുക്കിതിൽ ഈ വിഷയത്തിലൊരു ടെൻഷൻ, നമ്മളൊക്കെ PSC പരീക്ഷ എഴുതി വന്നവരാ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ PSCയിൽ അത്തരത്തിൽ ഒന്നും നടക്കരുത്, ഒരു ക്രമക്കേടോ. എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കും, PSC പരീക്ഷയിലും പരീക്ഷ എഴുതി റാങ്കിലെത്താത്തവർ, റാങ്കിൻ്റെ പുറകിൽ വരുന്നവരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇതിലെന്തെങ്കിലുമൊക്കെ നടക്കുമോ സാർ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നും നടക്കില്ല. വളരെ സുതാര്യമായിട്ട് കൃത്യമായിട്ട് നടക്കുന്ന ഒന്നാണ് PSCയിലെ പരീക്ഷകളെന്ന് ആണ് നമ്മൾ പറയാറ്. അപ്പോൾ ഒരിക്കലും ആ താല്പര്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിഷയം ഇന്ന് എടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഈ വിജിലൻസ്, ആഭ്യന്തര വിജിലൻസിൻ്റെ അന്വേഷണം വളരെ സുതാര്യമായ, വളരെ ശക്തമായ അന്വേഷണം നടക്കണം. കൃത്യമായ തീരുമാനങ്ങൾ വരണം. അത് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തണം. ഈ PSCയിലുള്ള സാധാരണ ആൾക്കാരുടെ വിശ്വാസം നിലനിർത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.